കണ്ടത് തുടരുവാണ്. മറ്റൊരു ദൃശ്യം ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ഒന്നും ആളുകൾ പറയുന്നു. മോഹൻലാലിന്റെ രണ്ടാമത്തെ തിരിച്ചു വരവാണ്. നല്ല സൂപ്പർ നല്ല നല്ല ഫിലിമായിരുന്നു. നല്ല ഇതാണ്, നല്ല സിനിമയാണ്, നല്ല ഒക്കിന സിനിമ. മോഹൻലാലിന്റെ തിരിച്ചു വരവ് അടിപൊളി. അയ്യോ എന്തോ അഭിനയോ മോഹൻലാലിന്റെ, കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കരഞ്ഞുപോയി. അടിപൊളി പടം. ഇതാണ് എമ്പുരാനെക്കാട്ടും ഒരു കടുത്ത മോഹൻലാൽ ആരാധന എന്ന നിലയ്ക്ക് ഇതാണ് അടിപൊളി പടം. വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ട മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോഴാണ് കറക്റ്റ് മോഹൻലാൽ ഫാന് പ്രൗഡ് ആവുള്ളൂ. അടിപൊളി, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. മോഹൻലാലിന്റെ നല്ല അഭിനയമായിരുന്നു. എമ്പുരാനൊക്കെ നല്ല അഭിനയമായിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ അത് ഒരു രക്ഷയിലായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. പോലീസ് താഴെ നിൽക്കുന്നത് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല. നല്ല അഭിനയമായിരുന്നു. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് അടിപൊളി, ഒരു രക്ഷയില്ല, നല്ല ഫൈറ്റ് ആയിരുന്നു. അടിപൊളി മൂവിയായിരുന്നു, സൂപ്പർ സിനിമ. ആർക്ക് വേണേലും ഇത് തിയേറ്ററിൽ പോയി കാണുന്ന നല്ല പടമാണ്. എനിക്കിഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ നാച്ചുറലായിട്ടുള്ള അഭിനയമാണ്. മറ്റേ എമ്പുരാനെക്കാളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു, നാച്ചുറലായിട്ട്. ഇങ്ങനെയുള്ളൊരു പടമാണ് മോഹൻലാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഇത് പോയി കാണണം. നല്ല സപ്പോർട്ട് ചെയ്യണം, നല്ല പടമാണ്. ഒരേ പെർഫോമൻസ് നല്ലതായിരുന്നു. പിന്നെ പഴയൊരു മോഹൻലാലിനെ കണ്ടു. എങ്ങനെയുണ്ട് വില്ലൻ? എങ്ങനെയുണ്ടായിരുന്നു വില്ലൻ? പെർഫോമൻസ് ആയിരുന്നു. മൂവിയാണ്. വില്ലന്റെ സൂപ്പർ ആയിരുന്നു. ഒരുപാട് ഇഷ്ടം. ദേഷ്യം വന്ന വില്ലനെ കണ്ടപ്പോഴത്തേക്ക് പെർഫോമൻസിന്റെ തോന്നിക്കും. മോഹൻലാലിന്റെ കൂടെ ഒപ്പം നിന്നത് വിനു പപ്പു, പിന്നെ വില്ലനെ. നല്ല പടം, നല്ല അടിപൊളി, അടിപൊളിയാണ്. സൂപ്പർ പടം. മോഹൻലാലിന്റെ അടിപൊളി പടം. സൂപ്പർ, ഒരു രക്ഷയില്ല. വേറെ എടുത്ത് പറയാനുള്ള മോഹൻലാലിന്റെ ഒക്കെ ഒരു ഒന്നും പറയാനില്ല, കണ്ടു നോക്ക്, കാണുക. അത് തന്നെ നല്ല മൂവിയാണ്. മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. വില്ലനായിട്ട് മോഹൻലാലിന്റെ നല്ല റോളാണ്. അടിപൊളിയാണ്, നല്ല തുടരും, നന്നായിരിക്കും. മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട്? നല്ല നടി, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട എന്താണ് എടുത്ത് പറയാൻ? പെർഫോമൻസ് മോഹൻലാലിന്റെ അഭിനയം തന്നെയാണ്, ലാലേട്ടൻ്റെ അഭിനയം കിടുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വില്ലൻ? കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ട്, നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. സൂപ്പർ. മലയാളി ഫാമിലികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പടവും ഇഷ്ടപ്പെടും. കാരണം എനിക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പടം എനിക്ക് കാണാൻ തന്നെ പറ്റിയതിൽ വലിയൊരു ഭാഗ്യം. വലിയ ഫാനൊന്നുമില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു സാർ, കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് പടം തന്നെയാണ്. ഓവറോൾ മ്യൂസിക്കും ഫ്രെയിംസും കാര്യങ്ങളെല്ലാം വില്ലനും നല്ല, നമുക്ക് ദേഷ്യം എന്ന് പറയുന്ന ഒരു വില്ലനായിരുന്നു. കൊള്ളാം. നല്ല ഫിലിം, സെറ്റ് ആക്ഷൻ സീൻസ്, പോലീസ് സ്റ്റേഷൻ സീൻ ഉണ്ടായിരുന്നു. അത് അടിപൊളി ഫൈറ്റ് സീനായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു, കണ്ടിരിക്കാൻ തോന്നും. ഇപ്പം ലാഗ് അങ്ങനെയൊന്നുമില്ല. സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. പിന്നെ മോഹൻലാലിൻ്റെ ആക്ടിങ് ആയിരുന്നാലും കൊള്ളാം. പ്രേക്ഷകരെല്ലാവരെയും നല്ല ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന, ഇൻട്രസ്റ്റിംഗ് തോന്നിക്കുന്ന രീതിയിലുള്ള സിനിമയാണ്. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലൻ ദേഷ്യവും നെല്ലിക്കൊല്ലുള്ള കലിയൊന്നും